നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ജി നായരെ അപമാനിച്ച് ഫേസ്ബുക്കിൽ കമന്റിട്ട സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ നടപടി. റവന്യൂ മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുവാൻ കാസർഗോഡ് കളക്ടർ കെ ഇമ്പശേഖറിന് നിർദ്ദേശം നൽകി. മറ്റു നടപടികൾ ക്രമങ്ങൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഉത്തരവിറങ്ങും. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസീൽദാർ പവിത്രനാണ് ഫേസ്ബുക്കിൽ രഞ്ജിതയും കുറിച്ച് മോശം കമന്റിട്ടത്. സംഭവം വിവാദമായതോടെ ഇയാൾ കമന്റ് ഫേസ്ബുക്കിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തിരുന്നു. മുൻപ് റവന്യൂ മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരനെ സോഷ്യൽ മീഡിയയിലൂടെ അവഹേളിച്ചതിന് പവിത്രനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ലോക രാജ്യങ്ങളടക്കം പകച്ച ഈ ദാരുണ സംഭവത്തിലാണ് ജാതിവെറി മൂത്ത് ദാരുണമായി കൊല്ലപ്പെട്ട ഒരു സ്ത്രീയെ അവഹേളിച്ച് ഇയാൾ പോസ്റ്റിട്ടത്. ഒരു ഓട്ടോ ഡ്രൈവറെ പോലെയാണ് പൈലറ്റ് പെരുമാറിയത്. ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലത്ത് ഇടിച്ചിറങ്ങി. കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു. കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഒരാളുടെ അവസരം കളഞ്ഞ് UK പോയതാണ്. ഒന്നും തോന്നുന്നില്ല. എല്ലാവർക്കും ആദരാഞ്ജലികൾ. ഇതിനൊപ്പമാണ് അശ്ലീല ചുവയോടെ ഈ ചില കമന്റുകളും ഇട്ടത്. കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസീൽദാറായ പവിത്രൻ അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിതയെ അപമാനിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇട്ടു. രഞ്ജിതയെ മാത്രമല്ല, പൊതുവിൽ നായർ സ്ത്രീകളെയും പ്രത്യേകിച്ച് വിദേശത്ത് ജോലി തേടിപ്പോകുന്ന നായർ സ്ത്രീകളെയും അടച്ചാക്ഷേപിക്കുന്ന, അവരെ അബദ്ധ സഞ്ചാരികളെ മുദ്രകുത്തുന്ന കമന്റ് കടുത്ത പ്രതികരണങ്ങളെ തുടർന്ന് പവിത്രൻ ഡിലീറ്റ് ചെയ്തു. സർക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഇയാളെ പോലുള്ളവരുടെ മനസ്സ് എത്ര വിഷലിപ്തമാണ്. ഇയാളോടൊപ്പം ജോലി ചെയ്യുന്ന സ്ത്രീകളെക്കുറിച്ചും ഇതേ അഭിപ്രായമാണോ വെച്ചു പുലർത്തുന്നത്? പവിത്രൻ ആ പദവിയിൽ ഇരിക്കുവാൻ ഒട്ടും യോഗ്യനല്ല. ഇയാൾക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്നതടക്കം സോഷ്യൽ മീഡിയയിൽ പൊതു അഭിപ്രായമുയർന്നു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസീൽദാർ ദുരന്തത്തിലും മേലെ ദുരന്തം, അല്ലാണ്ട് എന്ത് പറയാൻ? ഇവർക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇവനെ ഒന്നും ഒരു ദുരന്തവും കൊണ്ടുപോകുന്നില്ലല്ലോ. പവി, നിന്റെയൊക്കെ മനസ്സ്. മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഇവനെയൊക്കെ തീറ്റിപ്പോറ്റാതെ ഇതുപോലുള്ള ഇവനെയൊക്കെ സർക്കാർ ജോലിയിൽ നിന്ന് തന്നെ ഉടനെ പിരിച്ചുവിടണം. കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസീൽദാറായ ഇയാൾ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മലയാളി നഴ്സിനെയും അവരുടെ മരണത്തെയും അവഹേളിച്ചും പരിഹസിച്ചും ആനന്ദം കാണുകയാണ്. ഇതുപോലുള്ള ജാതിവെറിയന്മാരാണല്ലോ നമ്മുടെയൊക്കെ ഭരണ കേന്ദ്രത്തിലുള്ളത്. ഒരാൾ മരണപ്പെട്ടാലും പിന്നെയും വെട്ടുന്ന തരം ജാതിവെറി. അവന്റെ സർക്കാർ നൽകിയ ജോലിയിൽ നിന്ന് ലീവ് എടുത്തുകൊണ്ട് മരണപ്പെട്ട നഴ്സ് മരണത്തിന് അർഹയാണ് എന്നുകൂടി എരപ്പാളി പറയുന്നുണ്ട്. ഇവന്റെ പാർട്ടിയിലുള്ള നായർ സ്ത്രീകളുള്ളവരെ എന്ത് കണ്ണിലാവും ഈ മരപ്പെട്ടി കാണുന്നതെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. കഴിഞ്ഞ ദിവസം വിമാനാപകടത്തിൽ മരണപ്പെട്ട നിർധന കുടുംബത്തിൽപ്പെട്ട നഴ്സായ ശ്രീ രഞ്ജിതയുടെ മരണ വാർത്തയുടെ അടിയിൽ ജാതി പറഞ്ഞു. ഇതുപോലെ പല കമന്റുകളും മതവും ജാതിയും രാഷ്ട്രീയവും നോക്കി കമന്റിട്ട പല എണ്ണവും മരിച്ചുപോയ നിസ്സഹായരുടെ വാർത്തകളുടെ അടിയിൽ ഇട്ടതായി പല പത്രങ്ങളിലും കാണാനിടയായി. ഇതുപോലുള്ള പരമച്ചറ്റകൾ ഇതിനേക്കാൾ ദുരന്താവസ്ഥയിൽ കടന്നുപോയി എത്രയും പെട്ടെന്ന് ഭൂമി വിട്ടുപോകുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നാണ് പൊതുവികാരമുയരുന്നത്. ഇതിനിടെ വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ ഇളയ സഹോദരൻ DNA പരിശോധനയ്ക്കായി ഇന്ന് അഹമ്മദാബാദിലേക്ക് തിരിക്കും. മൃതദേഹം പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലായതിനാൽ തിരിച്ചറിയുവാൻ DNA പരിശോധന അനിവാര്യമാണ്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. വിദേശത്തുള്ള രഞ്ജിതയുടെ മൂത്ത സഹോദരൻ ഇന്ന് നാട്ടിലെത്തും. 2 മക്കളും രോഗിയായ അമ്മയുമാണ് വീട്ടിലുള്ളത്. ആഗ്രഹങ്ങളൊക്കെ പാതി വഴിയിൽ ബാക്കി വെച്ചാണ് രഞ്ജിതയുടെ വേർപാട്. ഈ മാസം പാലുകാച്ചൽ നടത്തി ഓണത്തിന് താമസം തുടങ്ങേണ്ടിയിരുന്ന പുതിയ വീട്ടിലേക്ക് എത്തുക രഞ്ജിതയുടെ ചേതനയേറ്റ ശരീരമാകും. വൈകിട്ടോടെ മരണം സ്ഥിരീകരിച്ചുവെങ്കിലും ആ വിവരം മക്കളായ ഇന്ദുചൂടനെയും ഇടികയെയും അറിയിച്ചിരുന്നില്ല. അമ്മ കയറിയ വിമാനം അപകടത്തിൽപ്പെട്ടതറിഞ്ഞ് അലറിക്കരഞ്ഞ മക്കളെ ആശ്വസിപ്പിക്കുവാൻ വാക്കുകളില്ലാതെ ഉരുകുകയായിരുന്നു ആ വീട്ടിലേക്ക് എത്തിയവർ. ഒമാനിൽ നിന്നും ലണ്ടനിലേക്ക് രഞ്ജിത ജോലി മാറിയപ്പോൾ സഹപ്രവർത്തകർ നൽകിയ മൊമെന്റോയിലെ വരികൾ ആരുടെയും കണ്ണുകളെ ഈറനണിയിക്കും. സഹപ്രവർത്തകർക്കും ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു രഞ്ജിത എന്നതിന് സാക്ഷ്യമായി ഈ ഫലകം വാടക വീട്ടിൽ ഇപ്പോഴുമുണ്ട്. അതിലെ വരികൾ ഇങ്ങനെയാണ്: വേർപെടുന്നൊരു കാറ്റിന് പറയാൻ കാലമരളിയ സൗഹൃദമുണ്ട്, കാത്തു നിൽക്കും കനവിന് പകരുവാൻ കരുതിവെച്ച ഓർമ്മകൾ, തുടികൊട്ടും മനസ്സുകളിലെ അതിരറ്റ പ്രതീക്ഷകൾ പൂക്കുവാൻ നാളേക്ക് വെളിച്ചം വീശാൻ നന്മകൾ നേർന്നുവെന്നായിരുന്നു ആ വരികൾ. കഴിഞ്ഞ 8 മാസമായി ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു രഞ്ജിത. കേരളത്തിലെ സർക്കാർ ജോലിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാനായാണ് നാട്ടിലേക്ക് എത്തിയത്. ജൂലൈ മാസത്തോടെ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും പുല്ലാടിയിലുള്ള തന്റെ നിർമ്മാണം പൂർത്തിയാകാറായ വീട്ടിലേക്ക് താമസം മാറാനുമായിരുന്നു രഞ്ജിത പദ്ധതിയിട്ടിരുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജോലിസ്ഥലമായി ലണ്ടനിലേക്ക് തിരികെ മടങ്ങുമ്പോഴായിരുന്നു അപകടം. ലണ്ടനിലെത്തി അവിടുത്തെ ജോലിസ്ഥലത്ത് നിന്നുള്ള വിടുതൽ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു ഉദ്ദേശമെന്ന് രഞ്ജിതയുടെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവായ അനീഷ് പ്രതികരിച്ചു. വൃദ്ധയായ അമ്മ തുളസി, ചെറിയ കുട്ടികളായ ഇന്ദുചൂടൻ, ഇതിക എന്നീ മക്കളാണ് വീട്ടിൽ രഞ്ജിതയ്ക്കുള്ളത്. നഴ്സായ രഞ്ജിത കുറെ കാലം ഒമാനിലെ സലാലിൽ നഴ്സായിരുന്നു.
8 മാസം മുൻപെയാണ് ഇവർ ലണ്ടനിലേക്ക് പോയത്. കുടുംബത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിയും സ്വന്തമായി വീട് നിർമ്മിക്കുക എന്ന മോഹവുമാണ് രഞ്ജിതയെ ജോലിക്കായി വിദേശത്തേക്ക് പോകുവാൻ പ്രേരിപ്പിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് ലണ്ടനിലേക്ക് പോകുവാൻ രഞ്ജിത വീട്ടിൽ നിന്നും തിരിച്ചത്. തിരുവല്ലയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് ട്രെയിനിൽ പോയ രഞ്ജിത അവിടെ നിന്നും ചെന്നൈയിലും തുടർന്ന് അഹമ്മദാബാദിലും എത്തി. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനമാണ് അഹമ്മദാബാദിൽ അപകടത്തിൽ തകർന്നത്. പുല്ലാടിൽ കുടുംബ വീടിനോട് ചേർന്നുള്ള പുതിയ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ജൂലൈ മാസത്തോടെ അമ്മയ്ക്കും കുട്ടികൾക്കുമൊപ്പം താമസിക്കുവാനായിട്ടാണ് രഞ്ജിത പദ്ധതിയിട്ടിരുന്നത്. ഗോപകുമാരൻ നായർ, തുളസി ദമ്പതികളുടെ ഇളയ മകളാണ് രഞ്ജിത. പന്തളത്ത് നഴ്സിംഗിൽ ബിരുദം നേടിയ ശേഷം രഞ്ജിത ഗുജറാത്തിലെ ആശുപത്രിയിലാണ് നഴ്സിംഗ് ജോലി ആരംഭിച്ചത്. അവിടെ നിന്നും ഒമാനിലേക്ക് പോയി. ഒമാനിൽ നിന്നാണ് ബ്രിട്ടനിലേക്ക് ജോലി മാറുന്നത്. 5 വർഷം മുമ്പ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സർക്കാർ ജോലി നേടിയ രഞ്ജിത ദീർഘകാല അവധി എടുത്താണ് വിദേശത്തേക്ക് പോയത്. രഞ്ജിതയ്ക്ക് 2 കുട്ടികളാണുള്ളത്. മകൻ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, മകൾ 7ാം ക്ലാസ് വിദ്യാർത്ഥി. രഞ്ജിതയുടെ 2 മൂത്ത സഹോദരന്മാരും വിദേശത്താണ് ജോലി ചെയ്യുന്നത്. രഞ്ജിതയ്ക്ക് അപകടത്തിൽ പരിക്കേറ്റതായുള്ള വിവരം നേരത്തെ തന്നെ വില്ലേജ് അധികൃതർക്ക് ലഭിച്ചിരുന്നു. പിന്നാലെ മരണപ്പെട്ടതായുള്ള വിവരവും ഗുജറാത്തിൽ നിന്നും ഔദ്യോഗികമായി പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിലേക്ക് എത്തി. സ്കൂൾ കഴിഞ്ഞെത്തിയ മകൾ അധിക വീടിനുള്ളിൽ കയറിയത് ഉള്ളുലഞ്ഞാണ്. അമ്മയ്ക്ക് ഒരു അപകടം പറ്റിയെന്നും ആശുപത്രിയിലാണെന്നും മാത്രമേ ആ 12 വയസ്സുകാരിയോട് അപ്പോൾ പറഞ്ഞുള്ളൂ. അമ്മയ്ക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും ആളുകളെന്ന് ഇതിക ചോദിച്ചു. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂവെന്ന് പറഞ്ഞു കരഞ്ഞ് തളർന്ന ഇതിക ഫോൺ കോൾ വന്നപ്പോൾ അമ്മയാണോ വിളിക്കുന്നേ, വിളിച്ചാൽ പാറൊന്നും മിണ്ടാനുണ്ടെന്ന് പറയണേ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുകയായിരുന്നു. കേരള സർക്കാരിന് കീഴിൽ ജോലി ലഭിച്ചിരുന്ന രഞ്ജിത അവധിയെടുത്ത് ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. നാട്ടിൽ തിരിച്ചെത്തി ജോലി പ്രവേശിച്ച ശേഷം അവധിക്ക് അപേക്ഷ നൽകി ലണ്ടനിലെ ജോലി രാജിവെക്കുവാനായി പോയതായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. തിരുവല്ലയിൽ നിന്ന് ചെന്നൈയിലേക്ക് ട്രെയിൻ മാർഗം എത്തിയ രഞ്ജിത അവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് വിമാനത്തിൽ പോയി. അവിടെ നിന്നാണ് അപകടത്തിൽപ്പെട്ട ലണ്ടൻ വിമാനത്തിലേക്ക് യാത്ര തിരിച്ചത്. അമ്മയും 10ലും 7ലും പഠിക്കുന്ന 2 മക്കളുമാണ് വീട്ടിലുള്ളത്. വീട് പണി പൂർത്തീകരിച്ച് വരുന്നതിനിടയിലാണ് ഈ ദുരന്തം ഉണ്ടാകുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.